എല്ലാ സഹൃദയർക്കും ഗാനവീഥിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 1966 പുറത്തിറങ്ങിയ ജയിൽ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി AM രാജ ആലപിച്ച അനശ്വര ഗാനമായ കാറ്ററിയില്ല കടലറിയില്ല എന്ന ഗാനത്തിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കാറ്ററിയില്ല കടലറിയില്ല അലയും തിരയുടെ വേദന. മനുഷ്യന്റെ ആന്തരിക വ്യഥകളെയും പ്രകൃതിയുടെ യാഥാർത്ഥ്യങ്ങളെയും സാങ്കേതികമായി അവതരിപ്പിക്കുന്ന വരികളാണിത്. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുവാൻ ആരും ശ്രമിക്കാറില്ലെന്ന ലോക സത്യമാണ് കവി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. തിരമാലകളുടെ ചലനത്തിന് കാരണമാകുന്ന കാറ്റിനോ അവയ്ക്ക് അഭയമേകുന്ന കടലിനോ ആ തിരകളുടെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കുവാൻ കഴിയില്ലെന്ന അവസ്ഥ കവിയെ ഏറെ ദുഃഖിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കപ്പെടാതെ പോകുന്ന മനുഷ്യ സങ്കടങ്ങളുടെ പ്രതീകമാണ്. തീരത്തടിച്ച് തകരുന്ന തിരമാലകളുടെ വേദന മനുഷ്യജീവിതത്തിൽ ദിവസേന അനുഭവിക്കുന്ന ആന്തരിക നൊമ്പരങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും പ്രതിഫലനമാണ്. തിരകൾ തമ്മിൽ തല്ലി തകരുന്നത് മനുഷ്യന്റെ ക്ലേശങ്ങളും പ്രത്യാശകളും തമ്മിലുള്ള നിരന്തര സംഘർഷത്തെയല്ലേ കാണിക്കുന്നത്. പുറമേക്ക് ജീവന്റെ ചലനങ്ങൾ കാണാമെങ്കിലും ആർക്കും മനസ്സിലാകാത്ത ഈ ആന്തരിക വേദന ആരോടും പങ്കുവെക്കാനാകാതെ ദീർഘകാലം മനസ്സിനുള്ളിൽ അലയുന്ന മനുഷ്യ സങ്കടങ്ങളുടെ നേർചിത്രമാണ്. നീരാവി പൊങ്ങുകയാണല്ലോ. മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന തീവ്രമായ ദുഃഖവും വേവലാതിയും ഉള്ളിലിരുന്ന് എരിഞ്ഞു പുകഞ്ഞു പുറമേ പ്രകടമാകുന്ന അവസ്ഥയെ നീരാവി എന്ന മനോഹരമായ രൂപകത്തിലൂടെ കവി വ്യക്തമാക്കുന്നു. കരൾ നീറിപ്പുകയുന്നത് ആഴത്തിലുള്ള ദീർഘവേദനയുടെ പ്രഭാവമാണ്. എന്നാൽ ഇതിനൊടുവിൽ വിരിയുന്ന മഴവില്ല് കഷ്ടപ്പാടുകൾക്കു ശേഷമുള്ള പൊതുജീവിതത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ്. മഴവില്ല് രൂപപ്പെടുന്നത് മഴത്തുള്ളികളും സൂര്യന്റെ പ്രകാശവും ചേർന്നൊരുക്കുന്ന ഒരു അഭിനവ കാഴ്ച തന്നെയാണ്. അതുപോലെ അനന്തമായ വേദനയും ആശയും ഒന്നിക്കുമ്പോൾ ഒരു പുതുജീവിതം നമ്മൾക്ക് പടുത്തുയർത്താം. എല്ലാ കാലാന്തരങ്ങളിലും അതിസുന്ദരമായി മഴവില്ലായി ആകാശത്ത് വിരിയും. മഴവില്ലിന് സൗന്ദര്യവും ആഴവുമുണ്ട്. അതുപോലെ ജീവിതത്തിലെ അനന്തമായ വേദനകളും പ്രതീക്ഷകളും ഒന്നിക്കുമ്പോൾ ഒരു പുതിയ ജീവിതം പടുത്തുയർത്താമെന്ന ദാർശനിക സത്യമാണ് കവി ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും വിനീതമായ പ്രണാമം.